കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി MK റാമിനെ കോടതി റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. തലശ്ശേരി SC/ST പ്രത്യേക കോടതിയാണ് റിമാൻഡ് ചെയ്തത്. പ്രതിയെ കണ്ണൂർ സബ് ജയിലിലേക്ക് മാറ്റി. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി MK റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യണമെന്ന് അന്വേഷണ സംഘം കോടതി മുൻപാകെ ആവശ്യപ്പെട്ടിരുന്നു. വൈകിട്ടോടെ റാമിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കോടതി അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ അറസ്റ്റിന് അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ MK റാം കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി. ഭാര്യയ്ക്കൊപ്പമായിരുന്നു പ്രതി അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയത്. അതേസമയം അറസ്റ്റിന് അനുമതി തേടിയുള്ള അപേക്ഷ പരിഗണിച്ചപ്പോൾ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി വിളിച്ചു വരുത്തി. DYSP സുധീർ കല്ലനെയാണ് വിളിച്ചു വരുത്തിയത്. അറസ്റ്റ് ചെയ്തതിലെ വീഴ്ച സംബന്ധിച്ച കാര്യങ്ങൾ കോടതി ചോദിച്ചറിഞ്ഞു. അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വാക്കാൽ അറിയിച്ചിരുന്നുവെന്നും രേഖാമൂലം അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നുമായിരുന്നു സുധീർ കല്ലന്റെ വിശദീകരണം. അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റിയെന്ന് പ്രോസിക്യൂഷനും സമ്മതിച്ചു. എന്നാൽ DYSPയുടെ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ജനം, കണ്ണൂർ.